ഇപ്പോൾ ഹാരിസ് ജിഫ്രി, താമർ ജിഫ്രിയുടെ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട്. ഹാരിസ് ജിഫ്രി, ഇൻസ്പെക്ഷൻ മെമ്മോയിലുള്ളത് താമർ ജിഫ്രിയുടെ വ്യാജ ഒപ്പാണ് എന്നും ഒപ്പിട്ടത് മരണശേഷമാണ് എന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്താണ് പ്രാഥമികമായി താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഹലോ നികേഷ്. പറഞ്ഞോളൂ സാർ. ആ പിന്നെ പോലീസിന്റെ ഈ കേസിൽ, നമ്മുടെ കേസിൽ പോലീസിന്റെ എല്ലാ നടപടികളും എന്താ പറയാ, വളരെ ഗൂഢാലോചനമായിട്ടുള്ള ഒരു നടപടിയാണ്. അതില് താമസിനെ അറസ്റ്റ് ചെയ്ത് മുതൽ എല്ലാ കാര്യത്തിലും ഒരു കാര്യം പെർഫെക്ഷനായി ചെയ്തില്ല. എല്ലാം ഈ ഇതുപോലെ കൊല്ലാനും മറ്റുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടന്നത്. ഇതുവരേക്കും പോലീസ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിലാ പേടിച്ച് കൃഷ്ണലാൽ ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പുറത്ത് അറിയാൻ തന്നെ കാരണം. ഈ ഇപ്പോൾ താമര മരിച്ചതിന് ശേഷമാണ് FIR ഉണ്ടാക്കിയത് എന്നും കൃഷ്ണലാൽ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ FIR ബെന്നിയുടെ സഹപ്രവർത്തകനായ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥനായ ആളാണ് ടൈപ്പ് ചെയ്ത് കയറ്റിയത് എന്നും പറയുന്നു. അതും 4-5 മണിക്കൂറുകൾക്ക് ശേഷം. സാധാരണഗതിയിൽ ഈ നിലയിൽ ഒരു മരണപ്പെട്ട ഒരാൾക്കെതിരെ FIR ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഇൻസ്പെക്ഷൻ മെമ്മോയുടെ കാര്യത്തിനകത്ത് വ്യാജ ഒപ്പിടുക എന്ന് പറയുന്നത് അതിഗുരുതരമായുള്ള കുറ്റമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യാജരേഖ സൃഷ്ടിക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ബ്രോഡ് ഡെഡ് ആണ് എങ്കിൽ ആ ബ്രോഡ് ഡെഡ് ആയ കാര്യം പോലീസിന് വിശദമായി പറയാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വ്യാജരേഖകൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം വളരെ സ്പഷ്ടമല്ലേ? അത് തന്നെയാണ് നമുക്കുള്ള സംശയം. കാരണം ഈ 4 പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ആ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ 4 പോലീസുകാരെ നിയന്ത്രിക്കുന്നത് മേലുദ്യോഗസ്ഥന്മാരാണ്. അവരറിയാതെ ഒരു കാര്യം ഇവർ ചെയ്യില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു നമ്മളെ വിലയിരുത്തൽ. ഇനി അതല്ല അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പോലീസുകാരെല്ലാം ഇതിന് ഈ ബെന്നി ആയാലും SP ആയാലും ഇതിനൊക്കെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നത് എന്നാണ്. അപ്പോഴാണ് വലിയ സംശയം നമ്മുടെ മുന്നിൽ. അല്ല, അവിടെയാണ്. അതായത് വെറുതെ തങ്ങളുടെ കീഴുദ്യോഗസ്ഥരെ സഹായിക്കുകയായിരുന്നു, അതോ ഇവരുടെ നിർദ്ദേശപ്രകാരം നടന്നിട്ടുള്ള കൊലപാതകത്തിന്റെ തെളിവുകൾ ഇവർ നശിപ്പിക്കുകയായിരുന്നു? വെറുതെ സഹായിക്കലല്ലോ. കാരണം വെറുതെ സഹായിക്കുകയാണെങ്കിൽ 11 മണി 12 മണിക്ക് ഇങ്ങനെ 4 പേര് അല്ലെങ്കിൽ 5 പേര് ആളിവിടെ വരും എന്നും എല്ലാ കാര്യങ്ങളും മുമ്പേ അറിഞ്ഞിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ നിർത്തിയത്. അതാ കോൾ റെക്കോർഡ് തന്നെ അല്ലേ. അതായത് 5 മണിക്ക് പിടിച്ചിട്ട് 12 മണി വരെ അവർ കയ്യിൽ അവിടെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഉപദ്രവിക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിഞ്ഞിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത്ര മണിക്ക് എത്തും, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചോ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അത് കൃഷ്ണലാലിന്റെ കാര്യത്തിന് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇതേവരെ മുമ്പേ അറിഞ്ഞിട്ട് ചെയ്താണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ഇടപെട്ടതെന്നുള്ളത് ഇനി CBI തെളിയിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആരെയൊക്കെ പിടിക്കണമെന്ന് വേണമെങ്കിൽ CBI തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് വളരെ കാഷ്വലായി പറയാം. പക്ഷേ ഇതിനകത്ത് താമറിനെ പോലെ ഒരാളെ കൊല്ലുന്ന വിധത്തിൽ മർദ്ദിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്നറിയാൻ ഈ സാധാരണ പോലീസുകാരെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? സ്വാഭാവികമായിട്ടും മറ്റ് നിർദ്ദേശങ്ങൾ, ബാഹ്യ നിർദ്ദേശം പോലീസിലുണ്ട്. ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ കൊല്ലണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ആ കൊട്ടേഷനാണ് ഈ പോലീസുകാർ ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ അതറിയാൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നല്ലേ പറ്റൂ? അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചാൽ തന്നെ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ഈ അനിയനെ അത്രയും അടിച്ച് തെറ്റാക്കിയിട്ട് വായില് ഇങ്ങനെ ഒരു കാര്യം വായിൽ തിരികെ കൊടുത്തിട്ടാണ് അവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു അറിഞ്ഞിട്ടുള്ള ഒരു കൊലപാതകം തന്നെ. അത് അറിയാതെ പറ്റി എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും നേരം 3 മണിക്കൂറോളം അടിച്ചിട്ട് അവൻ വിഴുങ്ങിയതായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവന്റെ വായിൽ ഇങ്ങനെ 2 പൊതി കയറ്റി വായിൽ ഇറക്കി വെച്ചിട്ടാണ് അവരവിടുന്ന് ഈ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ദേവദാർ പാലത്തിന്റെ അവിടെ എത്തിയത്. അതിന് ശേഷമാണ് അവൻ മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തോ ഈ മേലുദ്യോഗസ്ഥന്മാർക്കും അറിയണ ഒരു സംഭവം, ഈ താഴെ പോലീസുകാർക്കും അറിയണ ഒരു സംഭവം ഉണ്ട്.
യഥാർത്ഥത്തിൽ ഇതിലെ ഗൂഢാലോചന ചുരുളഴിയണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം എന്താണ് എന്ന് മനസ്സിലാക്കിയേ തീരൂ എന്നുള്ളതാണ്. അതിന് അവരെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കുകയോ അതെന്താണെന്ന് വെച്ചാൽ CBI തീരുമാനിച്ചുകൊള്ളട്ടെ. പക്ഷെ ആ കാര്യങ്ങൾ ഉന്നത ഗൂഢാലോചന ഉണ്ട് എങ്കിൽ അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ അവരിൽ നിന്നേ അറിയാൻ സാധിക്കൂ. അതെ, അവർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഭാഗമായി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒപ്പാണെങ്കിലും അതുപോലെ അവരെ സഹായിക്കുന്ന സമയത്ത് എത്തും, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടും അതിനുശേഷം മരണശേഷം അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, SP അടക്കം കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും. കാരണം ഇത് വ്യക്തമായിട്ട് അറിയുന്ന എല്ലാ ഈ DYSP ആയാലും SP ആയാലും CI ആയാലും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം മരിച്ചതിന് ശേഷം പിന്നെ ഇവര് കാട്ടിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന അതിലുണ്ട്. തിരുത്തലുകൾ മാത്രമല്ല ശ്രീ ഹാരിസ്, അങ്ങ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഇൻസ്പെക്ഷൻ മെമ്മോയോ അല്ലെങ്കിൽ FIR തിരികെ കയറ്റിയതോ എന്നതിനപ്പുറത്തേക്ക് പിന്നീട് കൊലപാതകത്തിന് ശേഷം അതിർത്തി മാറ്റിയത്, അതിനുശേഷം വക്കീലന്മാരെ കാണേണ്ടത് എങ്ങനെയാണ് പോലീസുകാർ, നിയമപാലകരാണ് പോലീസുകാർ ഒളിവിൽ പോകേണ്ടത്, വക്കീലിനെ കണ്ട് മൊഴി എങ്ങനെയാണ് ഏകോപിപ്പിക്കേണ്ടത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഉന്നത ഗൂഢാലോചന വളരെ വ്യക്തമല്ലേ? തീർച്ചയായും. അതിന് ശേഷം തന്നെ ഇപ്പം മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യില്ലേ, ആ സമയത്ത് വരെ പോലീസിന്റെ അനാസ്ഥ വളരെ, എന്താ പറയാ, ഒരു നമ്മൾ കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊന്നും ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ വരെ ഇല്ല. അവരത്രയും ബോധപൂർവം ആ സമയത്ത് വരെ. പിന്നെ അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് ബോഡി ഒരു റെഫ്രിജറേറ്ററിൽ വെക്കാതെ ബോഡി അവിടെ ഒരു തുറന്ന സ്ഥലത്ത് ഒരു റൂമിൽ ഇട്ടുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. 10-13 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം വരെ കഴിഞ്ഞത്. അപ്പൊ തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഓരോ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മരിച്ച് പോസ്റ്റ്മോർട്ടം വരെ. അതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റുള്ള മൊഴി ഷെയ്പ്പാക്കലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ CBI വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയ മനസ്സിലാക്കാവുന്നുള്ള കാര്യങ്ങളുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ CBI അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എനിക്ക് ഉറപ്പുണ്ട് ഹാരിസ് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ടാകുമെന്ന്. തൃപ്തികരമായ വിധത്തിലാണോ ഹാരിസ് മുന്നോട്ട് പോകുന്നത്? അതെ, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അവരെന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ ചെയ്യും എന്നാണ് നമുക്കൊരു ഉറപ്പ് തന്നുള്ളത്. നന്ദി ശ്രീ ഹാരിസ് താമറിൻ്റെ സഹോദരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.